ൊക്കെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. യേശു ശിഷ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ യേശു തൻ്റെ ജീവിതത്തിൽ ചെയ്ത കാര്യം തന്നെയാണ്. അവിടുന്ന് തന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കിക്കൊണ്ട് തന്നെ പിതാവിനെ മഹത്വപ്പെടുത്തി എന്നുള്ളതാണ്. നമുക്കെല്ലാവർക്കും ഉത്തരവാദിത്തങ്ങളുണ്ട്. ഒഴിഞ്ഞു പോകാനും സുഖജീവിതം നയിക്കാനും എല്ലാവർക്കും ഇഷ്ടം. സുഖിച്ച് ജീവിക്കാനും ഉറങ്ങി ജീവിക്കാനും അതുപോലെ തന്നെ ഒളിച്ചോടാനും എല്ലാവരും ആഗ്രഹിക്കുന്നവരാണ്. അതല്ല തമ്പുരാൻ നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അപ്പനെന്ന നിലയിൽ അപ്പൻ്റെ ഉത്തരവാദിത്തമാണ്, അമ്മ എന്ന നിലയിൽ അമ്മയ്ക്കൊരു ഉത്തരവാദിത്തമുണ്ട്, ഒരു അച്ഛനെന്ന നിലയിൽ അല്ലെങ്കിൽ സിസ്റ്റർ എന്ന നിലയിൽ എല്ലാവർക്കും കർത്താവ് ഒരു ഉത്തരവാദിത്തങ്ങൾ നൽകിയിട്ടുണ്ട്. ഞാൻ ആ ഉത്തരവാദിത്തങ്ങൾ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഓരോ ദിവസവും കിടക്കുന്നതിന് മുമ്പ് തമ്പുരാന്റെ സന്നിധിയിൽ ചിന്തിക്കണം. നമ്മളല്ലാതെ ഈ വെള്ളത്തിന് മുകളിൽ പൊങ്ങിക്കിടക്കുന്ന പൊങ്ങുപോലെ ഞാനിങ്ങനെ സുഖിച്ച് ജീവിച്ചോളാം എന്നുള്ളതല്ല. ഞാൻ മഹത്വപ്പെടുത്തേണ്ട വ്യക്തിയാണ് എന്നുള്ളതാണ്. ഞാൻ എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തിയോ? ഓരോ ദിവസം അവസാനിക്കുമ്പോൾ ഞാൻ ചിന്തിക്കേണ്ട ഇത്രയേ ഉള്ളൂ. വേറെ ഒന്നുമല്ല, വലിയ കുറേ കാര്യങ്ങൾ ചെയ്ത് കുറേ പേര് ഞാൻ പ്രീതിപ്പെടുത്തിയൊന്നല്ല, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ കുറേ അഭിനയങ്ങളൊക്കെ കാണിച്ചു കൂട്ടിയൊന്നല്ല. ദൈവം നോക്കുന്നത്രയേ ഉള്ളൂ. നിന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം നീ ഭംഗിയായി ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്തിയോ? അതൊരു പ്രാർത്ഥനയാ. ദൈവമേ, ഇന്ന് ഇത്രയെങ്കിൽ ചെയ്യാൻ പറ്റി, ഞാൻ നിന്നെ മഹത്വപ്പെടുത്തുന്നു, നിന്നിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. അങ്ങനെ പറഞ്ഞുകൊണ്ടൊന്ന് വിശ്രമിക്കാൻ പറ്റുമ്പോഴാ നന്നായിട്ട് ഉറങ്ങാൻ പറ്റുക. അല്ലാത്തവര് ഉറങ്ങുന്നുണ്ട്, പക്ഷേ ജീവിതത്തിൽ ഉത്തരവാദിത്തങ്ങൾ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് എനിക്ക് ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ ചെയ്ത് ഞാൻ മഹത്വപ്പെടുത്തുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം.